എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. മൂന്നാറിലെ തോട്ടം തൊഴിലാളി സമരം തീർക്കാനുള്ള രണ്ടാം ഘട്ട ചർച്ചയും പരാജയം. അസാധാരണ സാഹചര്യം ഉടലെടുത്തുവെന്ന് ഷിബു ബേബി ജോൺ. കൂലിക്കൂട്ടി കിട്ടാതെ പിന്നോട്ടില്ലെന്ന് തൊഴിലാളികൾ. കണ്ണൻ ദേവൻ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. CPM തന്റെ രക്തമെടുത്തിട്ട് ഗുരുദേവന് വെറുതെ വിടണമെന്ന് വെള്ളാപ്പള്ളി. ഈ കൊടുങ്ങ ആളുകൾക്ക് ചിലപ്പോൾ രക്തം കൊടുത്താലേ അവസാനിക്കുമെങ്കിൽ എന്റെ ചോര ഇവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഖേദം പ്രകടിപ്പിച്ചിട്ടും നിശ്ചല ദൃശ്യം വിവാദം കത്തിക്കുന്നവർക്ക് ദുഷ്ടലാക്കെന്ന് CPM. സത്യം ചൂണ്ടിക്കാട്ടുന്നത് തെറ്റെങ്കിൽ അത് ഇനിയും തുടരുമെന്ന് പിണറായി. തൃശൂർ ATM കൊള്ളയിൽ ഒരാൾ പിടിയിൽ. പണം നിക്ഷേപിക്കുന്ന ഏജൻസിക്ക് പിഴവ് പറ്റിയെന്ന് പോലീസ്. കാസർഗോഡ് ബാങ്ക് കൊള്ള കേസിൽ ഒരു പ്രതിയെ തിരിച്ചറിഞ്ഞു. രേഖാചിത്രം പുറത്തിറക്കി. നയതന്ത്ര പ്രതിനിധിക്കെതിരായ ബലാത്സംഗ കേസിൽ സഹകരിക്കണമെന്ന് സൗദിയോട് ഇന്ത്യ. സൗദി സ്ഥാനപതിയെ വിളിച്ചു വരുത്തി. ഉദ്യോഗസ്ഥൻ ഇന്ത്യ വിട്ടെന്ന് റിപ്പോർട്ട്. ജമ്മുകശ്മീരിൽ മാട്ടിറച്ചി നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവ്. TP ചന്ദ്രശേഖരനെ കുറിച്ചുള്ള സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് കൂടുതൽ തിയേറ്ററുകൾ പിന്മാറി. ഭീഷണിപ്പെടുത്തുന്നത് വിരോധാഭാസമെന്ന് തിരുവഞ്ചൂർ. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 വിദ്യാർത്ഥികൾ നിരാഹാര സമരം തുടങ്ങി. മൂന്നാർ കണ്ണൻ ദേവൻ കമ്പനിയിലെ തൊഴിലാളി സമരം പരിഹരിക്കാനായി സർക്കാർ നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയും പരാജയമായി. ഞായറാഴ്ച എറണാകുളത്ത് വീണ്ടും ചർച്ച നടക്കും. മൂന്നാറിൽ അസാധാരണ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. 20% ബോണസ് നൽകുക, കൂലി 231 രൂപയിൽ നിന്ന് 500 രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഴിഞ്ഞ 6 ദിവസമായി തൊഴിലാളികൾ സമരം തുടരുന്നത്. ഇന്ന് ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി മന്ത്രി ഷിബു ബേബി ജോൺ ചർച്ച നടത്തിയെങ്കിലും ബോണസ് വിഷയത്തിൽ തീരുമാനമായില്ല. അസാധാരണമായ സാഹചര്യമാണ് മൂന്നാറിൽ നിലനിൽക്കുന്നത്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അവരെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഗവൺമെന്റിന് മുന്നോട്ട് പോകാനാകൂ. ഞായറാഴ്ച കൊച്ചിയിൽ കമ്പനി മാനേജ്മെന്റും ട്രേഡ് യൂണിയൻ നേതാക്കളും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്തും. ബോണസ് ആക്ട് അനുസരിച്ച് ചെയ്യാനേ ഇവർക്ക് അധികാരമുള്ളൂ. ഇനി ഡയറക്റ്റ് ബോർഡ് സമ്മതിക്കില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവരേറ്റവും കൂടി സംസാരിക്കാം എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് നീട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അതേസമയം തങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് തൊഴിലാളികൾ. ന്യായമാണ് ബോണസും ശമ്പളവും കിടക്കും വരെ ഞങ്ങൾ ഉണ്ണാവിരതം കൂടെ സാകും വരെ ഉണ്ണാവിരതം ഇരുപ്പോ. അതേസമയം 6ാം ദിവസവും സമരം തുടരുന്നതോടെ തൊഴിലാളികളുടെ ദൈനംദിന ജീവിതത്തെ ഇത് സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്ര പിള്ളേരും വീട്ടിലുള്ള പിള്ളേരെ ഇട്ടിട്ട് വന്നതല്ലേ, വീട്ടിൽ വിട്ടിട്ട് വന്നതാ. ഈ മഴയിൽ 6 ദിവസമായിട്ട് ആരും ഒന്നും കാണില്ല, ആരും ഒന്നും ചോദിക്കില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് തൊഴിലാളികൾ ഇപ്പോഴും. അതായത് നാളെയും സമരം ശക്തമായി തന്നെ തുടരുമെന്ന് ഉറപ്പാണ്. തിരുവനന്തപുരത്ത് നിന്നും പ്രദീപ് സി നെടുമണപ്പം, മൂന്നാറിൽ നിന്നും യദു നാരായണൻ, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ ജോൺ പെരുവന്താനം, ES ബിജിമോൾ, S രാജേന്ദ്രൻ, ഒപ്പം തന്നെ തോമസ് കല്ലാടൻ, ഷിബു ബേബി ജോൺ തുടങ്ങിയവരാണ് വ്യത്യസ്ത സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും എത്തുക. ആദ്യം ശ്രീമതി ES ബിജിമോൾ, എന്തുകൊണ്ടാണ് തൊഴിലാളികൾ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പിൻബലമില്ലാതെ ഇങ്ങനെയൊരു സമരത്തിനിറങ്ങിയത്? ന്യായമാണോ? തോട്ടം മേഖലയിൽ ആകെ നിൽക്കുന്ന അസംതൃപ്തിയുമായി കണക്ട് ചെയ്ത് വേണം നമ്മൾ ഈ വിഷയങ്ങളെ കാണാൻ. ഇതൊരു തുടക്കം എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ കാണുന്നത്. പീരുമേട് തോട്ടം മേഖലയടക്കം കേരളത്തിലെ ആകെ തോട്ടം വ്യവസായം കടുത്ത പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണ ചർച്ച നാളെ ദൂരെ നമുക്ക് ആരംഭിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവരുടെ ജീവിതവും അനുദിനം അവരുടെ കയ്യിലേക്ക് കിട്ടുന്ന പണവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരേതാണ്ട് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ സ്ഥിതിയിലേക്ക് പോകുന്നതാണ് തോട്ടം തൊഴിലാളികളുടെയും യഥാർത്ഥ ചിത്രം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് യൂണിയനെ ഒറ്റപ്പെടുത്തുന്നോ അല്ലെങ്കിൽ ഭരണകൂടത്തെ ഒറ്റപ്പെടുത്തുന്നോ വെല്ലുവിളിക്കുന്നോ ഒന്നുമില്ല. ഇത് അവരുടെ ജീവിത പ്രശ്നം എന്നുള്ള നിലയിൽ അവർക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ തെരുവിലിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ആ സാഹചര്യത്തെ മനസ്സിലാക്കുന്നതിനും ആ വിഷയങ്ങളെ ശരിയായ വണ്ണം അവലോകനം ചെയ്തിട്ട് അതിനൊരു ക്രിയാത്മകമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇനി യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഷിബു ബേബി ജോൺ, എന്താണ് ഒരു അസാധാരണ സാഹചര്യം താങ്കൾ സൂചിപ്പിച്ച? അല്ല, അസാധാരണ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KDSP-യിൽ ഈ കാലമത്തെ നിലനിന്ന ചില കീഴ്വഴക്കങ്ങളുണ്ട്.
അത് ഒരിക്കലും ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ചർച്ച നടത്തിയോ ലേബർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചർച്ച നടത്തിയോ യഥാർത്ഥത്തിൽ യൂണിയനുകളുമായി ചർച്ച നടത്തി പോലും അല്ല ഒരു ബോണസ് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇത് തൊഴിലാളികളുടെ കമ്പനി, 98% തൊഴിലാളികൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന കമ്പനി എന്നുള്ള നിലയിൽ അവിടുത്തെ ഒരു സിസ്റ്റം നിന്നത് ഇവര് അലോക്കബിൾ ബാലൻസ് ഷീറ്റിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എത്ര അലോക്കബിൾ സർപ്ലസ് ഉണ്ട് അത് വെച്ചുകൊണ്ട് ബോണസ് ഫിക്സ് ചെയ്യും കൊടുക്കും. ഇത് കൂട്ടിയിട്ടുണ്ട്, 20% കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് നേരെ അത് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും ഇത് ആദ്യമായിട്ടല്ല കുറയുന്നത്, കൂടി കുറഞ്ഞ് നിൽക്കുന്നതാണ്. അതായത് ട്രേഡ് യൂണിയൻസുമായി ചർച്ച ചെയ്തല്ല ഇത് ചെയ്യുന്നത്. ഇത് അവിടുത്തെ ഒരു സിസ്റ്റം വെച്ച് അവരുടെ ബാലൻസ് ഷീറ്റ് വെച്ചുള്ള ബോണസ് ആക്ട് പ്രകാരമുള്ള തീരുമാനമാണ് എടുത്തത്. അങ്ങനെ വന്നപ്പോഴാണ് ഇത്തവണ ഗണ്യമായി കുറഞ്ഞത്. 19 കോടിയിൽ നിന്ന് 19% നിന്ന് 10% കുറഞ്ഞു. 15 കോടി ലാഭം 5 കോടി ലാഭമായി കുറഞ്ഞപ്പോൾ കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതിൽ ചില അവിശ്വാസം, എന്നാൽ ഈ സമരം തന്നെ ആദ്യം ട്രേഡ് യൂണിയനുകൾക്കെതിരെയുള്ള സമരമായാണ് രൂപപ്പെട്ടത്. അതിനുശേഷമാണ് ഗവൺമെന്റിലേക്ക് പരാതി വരുന്നതും ഗവൺമെന്റ് ഇതിൽ ഇടപെടാൻ. നമുക്ക് ആദ്യം അത് തന്നെ എടുക്കാം. ട്രേഡ് യൂണിയനുകളെ അവിശ്വാസം, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകളോട്, 3 ട്രേഡ് യൂണിയനുകളാണല്ലോ അവിടെ ഉള്ളത്, 3നോടും ഒരു വിശ്വാസക്കുറവ് അവിടുത്തെ സാധാരണ തൊഴിലാളികൾക്കുണ്ടാകുന്നു. അവിടെ ഏറ്റവും പ്രധാനമായും തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഞങ്ങളാണ് അധ്വാനിക്കുന്നത്, വെയിൽ കൊണ്ട് ഈ തേയില നുള്ളുന്നത്, പക്ഷേ തൊഴിലാളി സംഘടനാ നേതാക്കൾ കമ്പനി നൽകുന്ന വലിയ ബംഗ്ലാവിൽ അവിടെ പത്രക്കാർക്ക് പോലും വീടുണ്ട് എന്നാണ് പറയുന്നത്. ആ നിലയിൽ അവരുടെ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ നിലയിൽ പറയുന്നത്. വൈദ്യുതിയും ചികിത്സയും ഭക്ഷ്യസാധനങ്ങളും പോലും കമ്പനി തന്നെ നൽകുന്നു. പക്ഷേ ഇതൊന്നും തന്നെയും പര്യാപ്തമല്ല. മൂന്നാർ പോലെ ഒരു ഹിൽ സ്റ്റേഷനിൽ വേണ്ടത്ര ചികിത്സ അവിടെ ലഭ്യമാക്കുന്നില്ല എങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് പോയി ചികിത്സിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല, അവർക്ക് ലഭിക്കുന്ന നീക്കിയിരിപ്പ് അതിന് പര്യാപ്തമാകുന്നില്ല എന്നുള്ളത് ഒരു വേറിട്ട വിഷയമായി കേരളത്തിലെ തൊഴിൽ വകുപ്പ് കാണേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും. ഇന്നലെ അവിടുത്തെ തൊഴിലാളികൾ അവരുടെ വിഷമങ്ങൾ എന്റെ മുമ്പിൽ പറഞ്ഞപ്പോഴാണ് അവർക്കുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ എത്ര വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, ഈ കാലം അത്രയും കിട്ടിയ റിപ്പോർട്ടും ഇത് വെച്ചുകൊണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തോട്ടങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട തൊഴിലാളി സേവനങ്ങളാണ് ഇവിടെ നടത്തുന്നതെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷെ ഇന്ന് തൊഴിലാളികൾ വന്ന് പറഞ്ഞപ്പോൾ അവർ ഈ കാര്യങ്ങളിലൊക്കെ വളരെ അസംതൃപ്തരാണ് എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് ട്രേഡ് യൂണിയനുകളും ഈ മെച്ചപ്പെട്ട സേവനം കൊടുക്കുന്നു എന്ന് പൊതുവെ ധാരണയുള്ള ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് തൊഴിലാളികളിലേക്ക് ഈ സന്ദേശം എത്താതെ പോയത് എന്നാണ് പരിശോധിക്കേണ്ടത്. ശ്രീമതി ബിജിമോൾ, തമിഴ് തീവ്രവാദി സംഘടന ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല തന്നെ പറയുന്നു. അസ്വാഭാവിക സാഹചര്യമാണെന്ന് ഷിബു ബേബി ജോൺ തന്നെ ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു. ആ നിലയിൽ ഇത് അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള തമിഴ് തീവ്രവാദ സംഘടനകളുടെ ശ്രമമായും കാണേണ്ടതുണ്ടോ? ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. അവിടെ സമരം ചെയ്യുന്ന തൊഴിലാളികള് തമിഴ് തീവ്രവാദികളാണ് എന്നുള്ള ധാരണയൊന്നും അത്തരത്തിൽ പറയുന്നതൊന്നും ശരിയാണെന്നുള്ള അഭിപ്രായമുള്ള ആളല്ല ഞാൻ. ആരെങ്കിലും അവനവന്റെ അവകാശം ചോദിച്ചു കഴിഞ്ഞാല് അവര് തമിഴ് തീവ്രവാദ സംഘടനയാണെങ്കിൽ ഇവിടെയുള്ള പോലീസും സംവിധാനവും ഒക്കെ എന്തിനാ പിന്നെ തമിഴ് തീവ്രവാദികള് നുഴഞ്ഞു കയറി ഇവിടെ അസ്വസ്ഥത ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ? ഷിബു ബേബി ജോൺ, താങ്കൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, തൊഴിലാളികൾക്ക് വലിയ അസംതൃപ്തിയുണ്ട്, വലിയ വിഷമമുണ്ട്. അവരെന്റെ മുമ്പിൽ ഇന്നലെ കൂട്ടത്തോടുകൂടി കരയുകയുണ്ടായി ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തോട്ടം മേഖലയിലെ എന്റെ അറിവ് വെച്ചുകൊണ്ടുള്ള ഈ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു പരിധി വരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതാണെന്നാണ് ഈ കാലം അത്രയും നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അന്നേരം അവിടെ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എങ്ങനെ വന്നു? അവർ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞായറാഴ്ച വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അത് അന്വേഷിച്ചപ്പോൾ ഞായറാഴ്ച വർക്ക് ചെയ്യുന്നത് ഓപ്ഷനിലാണ്. ഇവർക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്താൽ മതി, ആർക്കും നിർബന്ധിച്ച് വർക്ക് ചെയ്യുന്നില്ല. അന്ന് ഇൻസെന്റീവ് കിട്ടുന്നത് കൊണ്ട് ഇവർ ജോലി ചെയ്യുന്നെന്നുള്ളതാണ് മറുഭാഗം പറയുന്നത്. ഈ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വരണം. അത് മാത്രമല്ല, ആടിനെ വളർത്താൻ പറ്റുന്നില്ല, അവർ അനുവദിക്കുന്നില്ല KTSP മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ പ്ലാന്റേഷൻ ആക്ട് എന്ന് പറയുന്നു. ഈ ആട് ഭക്ഷണം കഴിക്കുന്നതായതുകൊണ്ടാണ് ആടിനെ വളർത്തിക്കൂടാ എന്ന് പ്ലാന്റേഷൻ ആക്ട് പറയുന്നു. ഇന്നലെ KDSP മാനേജ്മെന്റിനെതിരെ വരുന്ന ഈ ആക്ഷേപങ്ങളിൽ
എന്താണ് ഇവർക്ക് ഈ ആശയക്കുഴപ്പം ഉണ്ടായത് എന്ന് ദയവായി തുടരുക. സി എ പരിശോധിക്കേണ്ടി. കുര്യൻ, AHUC നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സി എ കുര്യൻ, എന്തുകൊണ്ടാണ് തൊഴിലാളി സംഘടനകളെ മൂന്നാറിലെ തൊഴിലാളികൾ വിശ്വസിക്കാത്തത്? തൊഴിലാളി സംഘടനകളെ വിശ്വസിക്കുന്നില്ല എന്നുള്ള അറിവ് ശരിയല്ല. അവിടെയുള്ള മൊത്തമുള്ള കണ്ണൻദേവൻ കമ്പനിയിൽ ഏകദേശം 12,000 തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളിൽ AHUC 42%. അതൊക്കെ നിൽക്കട്ടെ. എന്തുകൊണ്ട് ഇപ്പോ ഒരു 2-3 തൊഴിലാളികൾ തെരുവിലുണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന 2-3 12,000 തൊഴിലാളികൾ ഉണ്ടാകുമായിരിക്കും, പക്ഷെ അതിലൊരു 3,000 പേരെങ്കിലും ഇപ്പോൾ തെരുവിലാണ്? നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നും മാത്രമല്ല, നിങ്ങൾ മാനേജ്മെന്റുമായി ഒത്തുകളിക്കുന്നു എന്ന ആക്ഷേപമാണ് അവർക്കുള്ളത്. ഞങ്ങൾ പറയുന്നത് ചോദിച്ചു, മറുപടി പറയുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് സംസാരിക്കാൻ അവസരം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ശരിയാകത്തില്ല. ആദ്യമേ ചോദിച്ചത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ജോലി ചെയ്യുന്നു, ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഞായറാഴ്ച നിൽക്കൂ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞായറാഴ്ച ജോലി ചെയ്യുന്ന കാര്യം ഒന്നും ഞാനിവിടെ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഈ പറയുന്ന തൊഴിലാളികൾ, അതായത് ഇപ്പോൾ സമരരംഗത്തിറങ്ങിയിരിക്കുന്ന തൊഴിലാളികൾക്ക് തൊഴിലാളി സംഘടനകളെ, അതായത് AHUC മാത്രമല്ല 3 സംഘടനകളെയും അവർക്ക് വിശ്വാസമില്ല എന്നാണ് പറയുന്നത്? മുതലാളിയുടെ കങ്കാണിമാരായി ഈ തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്ന നിലയിലുള്ള ആക്ഷേപം വന്നത്? തൊഴിലാളികളും 3 ട്രേഡ് സംഘടനകളും വെച്ചിരിക്കുന്ന ഡിമാൻഡ് ഒന്ന് തന്നെയാണ്. തെറ്റിദ്ധാരണ വേണ്ട. തൊഴിലാളികൾക്ക് ബോണസ് മാനേജ്മെന്റ് 10% പ്രഖ്യാപിച്ചപ്പോൾ അതല്ല 20% ബോണസ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കണക്കുകളനുസരിച്ച് ഈ ട്രേഡ് യൂണിയൻ ചർച്ചയിൽ മാനേജ്മെന്റിനോട് പറഞ്ഞു. എന്നാൽ തൊഴിലാളികളുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് ചില ആളുകൾ സന്നദ്ധമായില്ല. തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്നത് 20%, ട്രേഡ് യൂണിയൻ ഉന്നയിച്ചിരിക്കുന്നത് 20% ബോണസുമാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. താൽക്കാലികമായ ചില തെറ്റിദ്ധാരണകൾ നമ്മളെ പ്രിയപ്പെട്ട തൊഴിലാളി സേനകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തുവാൻ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇവിടെ ശ്രീ സി എ കുര്യൻ, ഇവർക്ക് തൊഴിലാളി സംഘടനകളോട് വിശ്വാസമില്ലാത്തതിൻ്റെ കാരണമായി അവർ പറയുന്നത്, ഞങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അവസാനം ഞങ്ങൾക്ക് 231 രൂപയാണ് ദിവസക്കൂലിയായി ലഭിക്കുന്നത്, അതിൽ പിടിയെല്ലാം കഴിഞ്ഞാൽ ആകെ 80-100 രൂപയാണ് ഒരു തൊഴിലാളിയുടെ കയ്യിലെത്തുക. അങ്ങനെ എത്തുമ്പോൾ തന്നെയും തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ അത്തരം കൂലി വർധനവിന് വേണ്ടിയോ ബോണസ് വർധനവിന് വേണ്ടിയോ ശ്രമിക്കുന്നില്ല എന്നതിൻ്റെ കാരണം അവർ കാണിക്കുന്നത്, ഈ കണ്ണൻദേവൻ കമ്പനി ഈ പറയുന്ന തൊഴിലാളി നേതാക്കൾക്കെല്ലാം തന്നെയും ബംഗ്ലാവ് നൽകുന്നു, അവർക്കാവശ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകുന്നു. നിങ്ങൾ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഈ മുതലാളിമാരുടെ സുഖ സൗകര്യങ്ങൾ ഏറ്റുവാങ്ങി തൊഴിലാളികളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളിലൂടെ അവർ സമരത്തിൽ ഇറങ്ങാതെ റോഡിൽ നേരിട്ടിറങ്ങിയിരിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആണുങ്ങളെപ്പോലും വിശ്വാസമില്ല, തൊഴിലാളി സംഘടനകളെയല്ല, ആണുങ്ങളെപ്പോലും വിശ്വാസമില്ല. തൊഴിലാളികളുടെ വേതനത്തെക്കുറിച്ച് അന്ന് സംസാരിച്ചു. ഈ കേരളത്തിലെ തോട്ടം തൊഴിലാളികളുടെ വേതനം താരതമ്യേന കുറവാണ്. ആ വേതനത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ കമ്പനി വൈസ് അല്ല വേതനം നിശ്ചയിക്കുന്നത്, സ്റ്റേറ്റ് അടിസ്ഥാനത്തിലാണ്. അത് നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് നിയോഗിച്ച ഫൗണ്ടേഷൻ ലേബർ കമ്മിറ്റിയാണ്. ഉടമകളുടെയും തൊഴിലാളികളുടെയും ഗവൺമെന്റിന്റെയും പ്രതികളാണ്. 3 വർഷത്തിൽ ഒരിക്കലാണ് വേതനം പുതുക്കുന്നത്. ഈ നിലവിലുള്ള കരാർ അതൊക്കെ ടെക്നിക്കലാണ്. ഷിജോൺ പെരുവന്താനം, എന്തുകൊണ്ടാണ് അവിടെ ഈ നിലയിൽ? ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വളരെ യുണീക്കായിട്ടുള്ളൊരു സമരമാണ് അവിടെ നടക്കുന്നത്. സ്ത്രീകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. സ്ത്രീകൾ മുൻപന്തിയിലെന്ന് മാത്രമല്ല, സ്ത്രീകളാണ് കൂടുതലായും രംഗത്ത് വന്നിരിക്കുന്നത്. തൊഴിലാളി സംഘടനകളില്ലാതെ നേരിട്ട് ടാറ്റ പോലുള്ളൊരു കമ്പനിയെ പ്രതിരോധിക്കുന്നു. മാത്രമല്ല 6 ദിവസമായിട്ടും ഒരു അണുപോലും അവരുടെ വീര്യം കുറയുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസവും മാധ്യമങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കഴിയുന്ന വിധത്തിൽ അവർക്ക് സമരത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. എന്താണ് ആ പ്രത്യേകത? അതിൻ്റെ പുറകിൽ മറ്റ് ഒട്ടനവധി ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം തൊഴിലാളികൾ ഉന്നയിക്കുന്ന സമരം 100% ന്യായയുക്തമാണ്.
അവർ പറയുന്ന ആരോപണവും അതുപോലെ തന്നെ 100% ശരിയാണ്. വർഷങ്ങളായി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ അടിമപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണ മലയാളികളാണ് ഇത്തരമൊരു ജോലി ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. രാവിലെ 6 മണിക്ക് മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തം തണുത്തുറഞ്ഞു പോകുന്ന അത്ര -ഡിഗ്രിയിലുള്ള തണുപ്പിൽ പോലുമാണ് ആ തോട്ടം തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്കിന്നത് കിട്ടുന്ന തുച്ഛമായ വേതനം ഉപയോഗിച്ചാൽ ഇന്ന് മൂന്നാർ ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. മൂന്നാർ നഗരത്തിൽ അവർക്കൊരു ദിവസം ഒരു നേരം ചായ കുടിക്കാനുള്ള പൈസ അവരുടെ കൂലിയായി കിട്ടുന്നില്ല. അത്രമാത്രം ജീവിത ചെലവ് വർദ്ധിച്ച ഒരു മേഖലയിൽ ആണ് അവർ ജോലി ചെയ്യുന്നത്. ഇതൊന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്രയും റിസ്ക് എടുത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളോട് ആ നിലയിലുള്ള ഒരു നിലപാടല്ല ട്രേഡ് യൂണിയനുകൾ സ്വീകരിക്കുന്നത്. ഷിബു ബേബി ജോൺ, ഇത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? 231 രൂപ കൂലി എന്ന് പറയുമ്പോൾ അത് മൂന്നാറിലെ ക്ലൈമറ്റിൽ തുച്ഛമാണ് എന്നുള്ളൊരു വിശ്വാസമില്ലേ? അല്ല, പ്ലാന്റേഷൻ മേഖലയിൽ മൊത്തമായിട്ടാണ് കൂലി നിശ്ചയിക്കുന്നത്. കേരള ചരിത്രത്തിൽ ഇന്ന് ഇവരങ്ങനെയാണ്. കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഏത് സംസ്ഥാനമാണെങ്കിലും ഓരോ മേഖല വെച്ച് വേർതിരിച്ചല്ല. തേയില ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ തന്നെയാണ് തേയില എല്ലായിടത്തും പിടിക്കുന്നത്. അതുകൊണ്ട് തേയിലയ്ക്കൊരു വില, റബ്ബറിനൊരു വില, എണ്ണത്തിനൊരു വില, ഇതാണ് പ്ലാന്റ് വർഷങ്ങളായി നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ നിലനിന്നിട്ടുള്ള സംവിധാനം അത് തന്നെയാണ്. അതിന് ഒരു സ്ഥലത്തെ വെച്ചുകൊണ്ടുള്ള കൂലി നിശ്ചയിക്കാൻ സാധിക്കത്തില്ല. 3 വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ കൂലി പുതുക്കി നിശ്ചയിക്കും. അതിന് സമയമായിട്ടുണ്ട്, അതിന് ചർച്ചയായിട്ടുണ്ട്. അത് നിശ്ചയിക്കുമ്പോഴത്തേക്കും ആ പുതുക്കിയ കൂലി മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പിലാക്കും. ഇതാണ് കേരളത്തിലെ സിസ്റ്റം. പക്ഷെ ഇപ്പോൾ ടീ ഇൻഡസ്ട്രിയും റബ്ബർ ഇൻഡസ്ട്രിയും ഒരു വലിയ ക്രൈസിസ് നിൽക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ റബ്ബർ ഇൻഡസ്ട്രിയിലെ ക്രൈസിസ് പോലെ ഒരു ക്രൈസിസിനെ കുറിച്ചല്ല കണ്ണൻ ദേവൻ കമ്പനി പറയുന്നത്. അതിലേക്ക് ഞാൻ വരാം. സതീഷ്, സമരക്കാരിൽ ഒരാൾ നമ്മോടൊപ്പം ഇപ്പോൾ മൂന്നാറിലുണ്ട്. ഒരു ഘട്ടത്തിൽ കൂടി താങ്കൾ ഉണ്ടാവണമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. ശ്രീ സതീഷ്, എന്തിനാണ് ഈ സമരം? എന്തുകൊണ്ടാണ് അത് 6 ദിവസമായി തുടരുന്നത്? പറയൂ, കേൾക്കാം. സാറേ, ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ദിവസത്തെ കൂലി 82 രൂപ 63 പൈസയാണ്. പക്ഷേ ഇവിടെ കൊടുക്കുന്ന പൈസ, അതായത് ഞായറാഴ്ച പണിക്കും പോകാണ്ടാണ് ഈ ഗവൺമെന്റ് കേൾക്കുന്നില്ല. ഞാൻ വരാം സതീഷിലേക്ക്. ഈ വളരെ കാലമായി തുടരുന്ന അസംതൃപ്തിയുണ്ട്. അതാണ് ഒരു ഊർജ്ജമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. അത് ഈ തൊഴിലാളി സംഘടനകൾക്കെതിരായ അസംതൃപ്തി കൂടിയാണ് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായും. കാരണം തൊഴിലാളി സംഘടനകൾ കാലാകാലങ്ങളായി ഈ തൊഴിലാളികളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ തിരിച്ചറിവ് ഉണ്ടായതിന് പിന്നിൽ ചില പ്രേരക ശക്തികൾ വളരെ കൃത്യമായി മൂന്നാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ വർഷങ്ങളായി തന്നെ ഇടുക്കി ജില്ലയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായാൽ, മുല്ലപ്പെരിയാർ പോലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ മൂന്നാറിൽ അപ്പം തന്നെ ഒരു പുതിയ ശബ്ദം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. ആ ശബ്ദത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തികൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. ഈ സമരത്തിൻ്റെ പിന്നിലും അത്തരം ഇടപെടലുകൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിന് എനിക്കൊരു സംശയമില്ല. ഇത് കേരള ഗവൺമെൻറ്റിന് ചെറിയ രൂപത്തിൽ പരിഹരിക്കാവുന്ന വിഷയമായി അവസാനിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ജനതയെ മുഴുവൻ കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തോക്കി കൊണ്ട് ഭീഷണിപ്പെടുത്തിയൊന്നും നിലയ്ക്ക് നിർത്താൻ കഴിയില്ല. ഒരു തോട്ടം മുഴുവൻ തന്നെ ഒരുപക്ഷെ ഈ തൊഴിലാളി പിടിച്ചെടുക്കുന്നതിലേക്ക് പോലും ഈ സമരം അതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തിച്ചേർന്നാലും അത്ഭുതമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ എസ് രാജേന്ദ്രൻ, സ്ഥലം MLA എന്നുള്ള നിലയിൽ താങ്കൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സമരത്തെക്കുറിച്ച്? ഇത് ഇവിടെ തീർന്നില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും ഒരുപക്ഷെ കേരളമാകെ വ്യാപിക്കാനിടയുള്ള സമരമായും മാറുന്നു എന്നാണ് പറയപ്പെടുന്നത്. താങ്കൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം തോട്ടം തൊഴിലാളികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന 20% ബോണസ് കൊടുക്കുകയും വേണം, അവരുടെ ശമ്പളം 500ലേക്ക് ഉയരുകയും വേണം. ഇതാണ് ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം CITUവിന്റെയും ഒക്കെ ആവശ്യവും. കഴിഞ്ഞ മാസം 20-ാം തീയതി ഒറ്റ ദിവസം പൊതുപ്പണി മുടക്ക് നടത്തിയതിന്റെയൊക്കെ കാരണങ്ങൾ അത് തന്നെയാണ്. ഇപ്പോഴും സമരത്തിലോട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം കയറി വന്നത്. പക്ഷേ കമ്പനി ഇത് ഒഴിവാക്കാമായിരുന്നു. നഷ്ടമാണെങ്കിലും 8.33% ബോണസ് കൊടുക്കേണ്ട സ്ഥാനത്ത് 5 കോടി രൂപ ലാഭമുള്ളപ്പോൾ അവർക്ക് 20% കൊടുക്കാം.
തോട്ടം തൊഴിലാളികളോട് ഞങ്ങൾക്ക് നഷ്ടമാണ്, നിങ്ങൾ ആഴ്ചയിൽ ഒരു ഞായറാഴ്ചയോ 2 ഞായറാഴ്ചയോ 3 ഞായറാഴ്ചയോ സൗജന്യമായി ഇത് നഷ്ടപരിഹാരമായി പണിത് തരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു കൊടുക്കുന്നവരാണ്. യൂണിയൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് പൂർണ്ണമായി അല്ല തൊഴിലാളികള് പണി ചെയ്യുന്നത്. ഞങ്ങള് ഇത്രയേ ചെയ്യണം, ഇത്ര പാടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ അവസരത്തിൽ അവരായി ഇങ്ങനെ സ്ലോ വർക്കിലോട്ട് പോയി. അത് അവർക്ക് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോയതാണ്. എങ്കിലും കമ്പനി നിലനിൽക്കണം, അതുകൊണ്ടാണ് തൊഴിലാളികളുടെ ഈ കമ്പനി പറയുന്ന കണക്ക് ശരിയാണോ? ഉദാഹരണത്തിന് 19% ബോണസ് നേരത്തെ നൽകിയിരുന്നത്, അത് 10% കുറച്ചു. അതിന് അവർ പറയുന്നത് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് ആ നിലയിൽ എന്നാണ്. എല്ലാ തൊഴിലാളികൾക്കും പെൻഷൻ ഈ പറയുന്ന 19% പെൻഷൻ കൊടുത്താൽ തന്നെ 2.7 കോടി രൂപ മാത്രമേ ആകുള്ളൂ, 2,70,00,000 രൂപ മാത്രമേ ആവുകയുള്ളൂ എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന കണക്ക്. ഒരു 3,000 രൂപ കൂടുതൽ കൊടുക്കുന്നത്. ഇത് തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്തിട്ട് മുതലാളിമാരങ്ങ് തീരുമാനിക്കുന്ന ഒരു കണക്കാണ്. അതിനപ്പുറത്താണ് പലതും ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, പല ഫണ്ടും ക്യാരി ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം പോലും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെയും ഒന്നും തൊഴിലാളി സംഘടനകൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല, ജനപ്രതിനിധികൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല. ടാറ്റയെ ആകെ തന്നെയും മൂന്നാറിൻ്റെ ഭരണം ഏൽപ്പിച്ച് നിങ്ങളൊക്കെ പിൻവാങ്ങുകയാണെന്നുള്ള പരാതിയാണ് അടിസ്ഥാനപരമായി ഉയർന്നു വരുന്നത്. ഈ ആക്ഷേപം അടിസ്ഥാനരഹിതമാണ്. എല്ലാ കാലവും സൂട്ട്കേസ് വാങ്ങിച്ചു, യൂണിയൻ നേതാക്കൾ സൂട്ട്കേസ് വാങ്ങിച്ചു എന്നുള്ള ആക്ഷേപം എല്ലാ കാലവും ഉണ്ടാവുന്നതാണ്. ഇവിടെ നഷ്ടമാണെങ്കിലും അവർക്ക് 20% തോട്ടം തൊഴിലാളികൾക്ക് കൊടുക്കാം. ഒരുപാട് പ്രതിബദ്ധതകളുണ്ട്, ജീവിത പ്രയാസങ്ങളുണ്ട്, ആശുപത്രി ചെലവുണ്ട്, പിള്ളേരുടെ പഠിത്തമുണ്ട്. ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ തമ്മിൽ പോയതും തൊമ്മൻ എന്നുള്ള മട്ടില് കേരളത്തും മറ്റ് സംസ്ഥാനത്തുമുള്ള കമ്പനികളെക്കാൾ കൃത്യസമയത്തെങ്കിലും ഒരു ശമ്പളം കൊടുക്കുന്ന കമ്പനി എന്നുള്ള ഒരു ആനുകൂല്യം മാത്രമാണ് ഞങ്ങൾ അവരോട് കാണിക്കുന്നത്. കമ്പനി ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇവർ ഇത്രയും നീട്ടിക്കൊണ്ടു പോകുന്നത് തന്നെ ശരിയല്ല എന്നാണ്. ഞങ്ങൾ തുടരുക. സതീഷ്, തൊഴിലാളി നമ്മോടൊപ്പം മൂന്നാറിൽ നിന്നും. സതീഷ് പറയൂ, എന്താണ് പ്രശ്നം? അതായത് ഇവിടുത്തെ തോട്ടത്തൊഴിലാളികൾക്ക് ദിവസക്കൂലി 500 ഈ ബോണസ് 20% വേണ്ടിയാണ് ഈ സമരം നടക്കുന്നത്. ഞങ്ങൾ ഈ സമരം നടത്തിയിട്ട് 5 ദിവസമായിട്ട് യാതൊരു മീഡിയാക്കളും ഒരു പ്രസ്സും ഇവിടെ വന്നിട്ടില്ല. യാതൊരു MP-ക്കളും ആരും വന്ന് ഇവിടെ അന്വേഷിച്ചിട്ടില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ട് എല്ലാം ഞങ്ങൾ മന്ത്രിയോടും എല്ലാവരോടും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ലൈവ് ടെലികാസ്റ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അന്നേരം എല്ലാ ഇവിടുത്തെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, പിന്നെ മാനേജ്മെൻറ്റ്, എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഇവിടെ മുമ്പ് ചർച്ചയിൽ വച്ചിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇന്ന് തീരുമാനിച്ച് പറയുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഞായറാഴ്ച മാറ്റി പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് ഈ സമരം പിന്നെയും പിൻവലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നാളെ തൊട്ട് ഞങ്ങൾ ഈ സമരം ഒരുപാട് കൂടിക്കൊണ്ടേ വരും. ഇത് ഒരു മക്കളൊന്നും നിർത്തില്ല. ശരി സതീഷ്, എന്തുകൊണ്ടാണ് തൊഴിലാളി സംഘടനകളെ നിങ്ങൾ വിശ്വസിക്കാത്തത്, അവരുടെ നേതൃത്വത്തിൽ സമരം ചെയ്യാത്തത്? അതായത് ഈ നേതാക്കന്മാരാണ് ഞങ്ങൾക്ക് ബോണസ് ഇത്ര ശതമാനം വച്ച് ഞങ്ങൾക്ക് സൈൻ ചെയ്ത് ഇവരാണ് അവിടെ സംസാരിച്ച് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതാണ്. പക്ഷേ ഇവർ 10%, അതായത് 2009 40 കോടി വരുമാനം കാണിച്ചിരിക്കുന്ന കമ്പനിയിൽ 20% ഞങ്ങൾക്ക് ബോണസ് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഈ വർഷം 5 കോടിയാണ് ഞങ്ങൾക്ക് വരുമാനം കാണിച്ചിട്ടുള്ളത്. പക്ഷേ 5 കോടിക്ക് 10% വച്ച് കണക്ക് കൂട്ടലെങ്കിൽ 2009 40 കോടിക്ക് 80% ഞങ്ങൾക്ക് കിട്ടാനുള്ളതാണ്. എന്തുകൊണ്ടാണ് 80% കിട്ടാത്തത്? 20% മാത്രം കിട്ടിയിട്ടുള്ളൂ. ഈ വർഷം 5 കോടിക്ക് 10% മാത്രം കിട്ടാനുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 24-ാം തീയതി, അതായത് കഴിഞ്ഞ മാസം 24-ാം തീയതി ഈ നേതാക്കന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും ബോണസ് വാങ്ങിക്കരുത്, അതായത് കമ്പനിയോട് ഞങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, അത് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചതാണ്. അതായത് നിങ്ങൾ ആരും ബോണസ് വാങ്ങിക്കരുത്, ഞങ്ങൾ ഇന്ന് അവിടെ ചർച്ച ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇവിടുത്തെ ജോലിക്കാർ. തോമസ് കലാടൻ, INTUC യൂണിയൻ. ശ്രീ തോമസ് കലാടൻ, നിങ്ങൾ പറഞ്ഞു പറ്റിക്കുകയാണ് തൊഴിലാളികളെയാണ് നിങ്ങൾ പ്രതിനിധീകരിക്കേണ്ടത്. തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നതിന് പകരം അവരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഹലോ
കേൾക്കാം ശ്രീ തോമസ് കണ്ണാടൻ. തൊഴിലാളികളെ പറ്റിക്കുന്നു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ്. അപ്രകാരമുള്ള ഒരു വ്യാഖ്യാനമുണ്ടായതിൻ്റെ പിന്നിൽ എന്തോ തെറ്റായ വിശദീകരണം തൊഴിലാളികൾക്ക് ആരോ കൊടുത്തിട്ടുണ്ട്. ബോണസിനെ സംബന്ധിച്ച് ഉള്ള വിഷയം അത് നിയമപരമാണ്. ബോണസ് ആക്ട് അനുസരിച്ച് നവംബർ 30-നുള്ളിലാണ് ബോണസ് സെറ്റിൽ ചെയ്ത് മാനേജ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഓണത്തിന് 8-3% ചിലയിടത്ത് അഡ്വാൻസ് കൊടുക്കും. അപ്പോൾ ബോണസ് വിഷയത്തെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു സമരത്തിലേക്ക് പോകേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നതായി കാണുന്നില്ല. അവിടെ തൊഴിലാളികളെ വഞ്ചിക്കേണ്ട ഒരു പ്രശ്നമില്ല. കാരണം തൊഴിലാളികൾക്ക് 10% മാനേജ്മെൻറ്റ് ബോണസ് ഡിക്ലെയർ ചെയ്തപ്പോൾ അത് വാങ്ങിക്കണ്ട എന്ന് പറയുക മാത്രമല്ല, അവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ INTUCയുടെ നേതാവ് ശ്രീ AK മണി ഉൾപ്പെടെ റീജിയണൽ ലേബർ കമ്മീഷണർക്ക് പരാതി കൊടുത്ത് കൺസീലിയേഷൻ വിളിപ്പിച്ച് 20% ബോണസും തൊഴിലാളികൾക്ക് കൊടുക്കണം എന്ന് നിർബന്ധ ബുദ്ധിയിൽ സംസാരിച്ചുള്ളതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ബോണസ് നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തൊഴിലാളികൾക്ക് ഇന്ന് നിൽക്കുന്ന സീലിംഗ് മാറ്റണം, ബോണസിനെ സംബന്ധിച്ച് പിന്നെ അവർക്ക് പ്രഖ്യാപിക്കുന്ന ബോണസ് തന്നെ കൊടുക്കണം എന്ന കാര്യത്തിലുള്ള നിലപാടെടുത്തുകൊണ്ടാണ് എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും യോജിച്ച് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് 10% ബോണസ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം നിൽക്കുന്നു, അല്ലെങ്കിൽ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്നില്ല എന്ന് അവർ പറയാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അത് അവർ യഥാർത്ഥ മനസ്സിൽ നിന്നുള്ളതല്ല, എവിടെന്നോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് കൊണ്ടും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതാണ് രണ്ട് വശം. ഇക്കാര്യത്തിൽ സതീഷ് പറയുന്നത് ഒരു വശം, തൊഴിലാളി സംഘടനകൾ പറയുന്നത് മറ്റൊരു വശം. ശ്രീ ഷിബു ബേബി ജോൺ, ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, ഗവൺമെന്റ് കരുതുന്നത്? അല്ല, ഗവൺമെന്റ് ആവശ്യമുള്ളതുകൊണ്ട് ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ഞായറാഴ്ച വീണ്ടും പരിശ്രമിക്കുന്നതായിരിക്കും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി തൊഴിലാളികളുടെ ഈ സമരം. ശമ്പള വർധന സാധ്യമാണോ? 231 എന്നുള്ളതിൽ നിന്ന് 500 രൂപയാക്കണം എന്നാണ് അവർ. ശമ്പള വർധന ഇപ്പൊ അജണ്ടയിലില്ല. അത് ആരെങ്കിലും തെറ്റിദ്ധരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ അജണ്ടയിലില്ല. ഇതിപ്പോ ബോണസുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ശമ്പള വർധനവ് PLCക്ക് മാത്രമേ തീരുമാനിക്കാനൊക്കത്തുള്ളൂ. അത് PLC ഗവൺമെന്റിന് ഒരു സമവായം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. ഉടമകളും തൊഴിലാളി പ്രതിനിധികളും കൂടെ ചേർന്ന് അതിനൊരു സമവായം ഉണ്ട്. അതാണ് കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത് ഇപ്പോഴത്തെ അജണ്ടയിലില്ല. അത് ആ വസ്തുത മനസ്സിലാക്കുക. ബോണസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരുടെ മുദ്രാവാക്യങ്ങളിൽ എന്തായാലും ശമ്പള വർധനയുണ്ട്. ഏതാ? അവരുടെ മുദ്രാവാക്യങ്ങളിൽ ശമ്പള വർധനയുണ്ട്. അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റായി ധരിപ്പിച്ചുകൊണ്ടാണ്. ശമ്പള വർധനവ് ഇങ്ങനൊരു സമരം കൊണ്ട് കണ്ണൻ ദേവനിൽ മാത്രമായിട്ടൊരു ശമ്പള വർധനവ് സാധ്യമല്ല. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, അവിടെ ശമ്പള വർധനവ് അല്ലെങ്കിൽ ഇന്ററിം റിലീഫിന് തീരുമാനിച്ചു. എന്നിട്ട് പോലും നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല. കാരണം ഇത് PLC കേരളത്തിലെ തോട്ടം മേഖലയിൽ മൊത്തമായിട്ട് മാത്രമേ തീരുമാനിക്കാനൊക്കത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും എവിടെ ആണെങ്കിലും അങ്ങനെ മാത്രമേ ഈ കാലം അത്രയും ചെയ്തിട്ടുള്ളൂ. അന്നേരം ഒരു സ്ഥാപനത്തിൽ മാത്രമായിട്ടൊരു ശമ്പള വർധനവെന്നൊരു ചർച്ച ഇപ്പൊ ഉദിക്കുന്ന പ്രശ്നമില്ല. ശരി, ശമ്പള വർധനവ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പക്ഷെ അതിനു മുമ്പ് ഈ 19% 10% ആക്കിയത് വീണ്ടും 19% ഉയർത്താൻ കഴിയുമോ? അവരുമായി നേരിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഈഗോ പ്രശ്നം ഗവൺമെന്റിനുണ്ടോ? ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഒറ്റ സെക്കൻഡ്, ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകുന്നതാണല്ലോ. അവരെ ഒഴിവാക്കുമ്പോൾ, ട്രേഡ് യൂണിയനെ ഒഴിവാക്കുമ്പോൾ ഗവൺമെന്റിന് മേൽ ഈ ട്രേഡ് യൂണിയനുകളുടെ സമ്മർദ്ദമുണ്ടോ? അല്ലല്ല, നികേഷ് നാളെ ഈ കസേരയിലിരുന്നോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരമല്ല ചെയ്യാനൊക്കത്തുള്ളൂ. അവിടെ അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാതെ വേറെ ആരെങ്കിലും വിളിച്ച് സമരത്തിന് ചർച്ച ചെയ്യാനൊക്കുമോ? എന്നിട്ട് തന്നെ ഗവൺമെന്റ് ഈ തൊഴിലാളികളുടെ അഭിപ്രായം എന്താണെന്ന്, അവരുടെ വിഷമം എന്താണെന്ന് അറിയാൻ വേണ്ടി അവരുമായിട്ട് ഇന്നലെ സംസാരിച്ചു. ഒരു ഔദ്യോഗിക ചർച്ചയുടെ ഭാഗമല്ലെങ്കിലും അവർ കേൾക്കാനുള്ളത് മൊത്തം കേട്ടു. 1.5 മണിക്കൂർ 2 മണിക്കൂർ അവർ പറയാനുള്ള മൊത്തം കേട്ടു. അല്ലാതെ നമുക്കൊരു ആക്ട് പ്രകാരമല്ല പോകാനൊക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് സമരം ചെയ്യേണ്ടി വരും. ഒരു പ്രത്യേക സാഹചര്യമാണ് ശ്രീ ഷിബു ബേബി ജോൺ. ഈ തൊഴിലാളികൾക്ക് അവരുടെ നേതൃത്വത്തെ, തൊഴിലാളി സംഘടനകളെ വിശ്വാസമില്ല. അവർ കഴിഞ്ഞ 6 ദിവസമായി അവിടെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തുന്നു. ഗവൺമെൻറ് അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് 19% അവരുടെ ബോണസ് ഉയർത്തിക്കൊടുത്താൽ ഈ തൊഴിലാളി സംഘടനകൾ അപ്രസക്തമാകുമെന്ന ഭീഷണി
ട്രേഡ് യൂണിയൻ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അത് അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യും. അപ്പോൾ ഈഗോയെ ഹേർട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് മേൽ സമ്മർദ്ദം വരും. ആ സമരം ഇപ്പോൾ തീർക്കരുത്, ഞങ്ങൾ കൂടി ഇടപെട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്ന്. അത്തരത്തിലുള്ള സമ്മർദ്ദമുണ്ടോ? അല്ല, നികേഷ് ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനാണ്. ഗവൺമെന്റിന് എങ്ങനെ 19% തീരുമാനിക്കാനൊക്കും, അല്ലെങ്കിൽ 10% തീരുമാനിക്കാനൊക്കും എന്നൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. അല്ല, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ പോരായല്ലോ. ഇവിടെ കണ്ണൻ ദേവൻ കമ്പനി, അവിടെയാണ് ഞാൻ വരുന്നത് വിഷയം. ഈ കണ്ണൻ ദേവൻ കമ്പനി നമ്മൾ VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്തോ അല്ലെങ്കിൽ വ്യത്യസ്ത ഗവൺമെന്റുകളുടെ കാലത്തോ മൂന്നാറിൽ ഒരു ഇടപെടൽ നടത്തിയാൽ ഉടൻ ഈ കണ്ണൻ ദേവൻ കമ്പനികൾ ഈ ട്രേഡ് യൂണിയനുകളെയും ഈ തൊഴിലാളികളെയും തങ്ങളുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഗവൺമെൻറ്റിനെ എപ്പോഴും മൂന്നാറിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ടിരുന്നത്. അവിടെ നമ്മളെപ്പോഴും ഈ കണ്ണൻ ദേവൻ കമ്പനിയെ അല്ലെങ്കിൽ ടാറ്റയെ ഇങ്ങനെ അവർക്കൊരു അപ്രമാദിത്വം കൽപ്പിച്ച് നൽകുകയാണോ? 19% നിന്ന് 10% ബോണസ് കുറയ്ക്കുകയും അത് കേരളത്തിൻ്റെ ആകെ സമാധാനത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള സമരമായി ഉയർന്നു വരികയും ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് കണ്ണൻ ദേവൻ കമ്പനിയെ അല്ലെങ്കിൽ ടാറ്റയെ തൊഴിലാളികൾക്ക് അർഹമായത് എന്താണോ അത് കൊടുക്കണമെന്ന് നിർബന്ധിക്കാൻ കഴിയില്ലേ? അല്ല, ഇത് സെൻസേഷനൈസ് ചെയ്ത് കയ്യടി വാങ്ങിക്കാനാണെങ്കിൽ നികേഷ് എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇതിന്റെ മുമ്പും കുറച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റ് തലത്തിലേക്ക് ഒരു ചർച്ച വരാതെ ഈ കാര്യങ്ങൾ ചെയ്ത് ബാക്കി വിഷയങ്ങൾ വേറെ, അവർ മുൾമുനയിൽ നിർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ. 20% ബോണസ് 2011-12 15% കുറച്ചിട്ടുണ്ട്. ഇത് ഈ ഇപ്പോഴത്തെ കണ്ണൻ ദേവൻ കമ്പനി, ഇത് ടാറ്റ കമ്പനിയല്ല. കണ്ണൻ ദേവൻ കമ്പനി 98% ഷെയർ ഹോൾഡേഴ്സ് തൊഴിലാളികളാണ്. അല്ലാതെ ടാറ്റ കമ്പനിയായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമല്ല ഇത്. ആ ഒരു വ്യത്യാസമുണ്ട്. മാത്രമല്ല, ഇതിനിപ്പോൾ ഈ ഗവൺമെന്റിന് ഏകപക്ഷീയമായ ഒരു ബോണസ് പ്രഖ്യാപിക്കാനുള്ള ഏതെങ്കിലും അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പ്രഖ്യാപിച്ചേനെ. പക്ഷെ ആ അവകാശമില്ലല്ലോ. ഗവൺമെന്റ് കൺസിഡറേഷൻ നടത്തുക, ഒരു സമാധാനം നടത്തുക, അല്ലെങ്കിൽ അഡ്ജുഡിക്കേഷൻ വിടുക, കോടതിയിൽ അഡ്ജുഡിക്കേഷൻ വിടുക. ഇത് മാത്രമേ ഉള്ളൂ ഗവൺമെന്റിനുള്ള അധികാരം. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അത് കേവലം സാങ്കേതികമായ ഒരു വാദം മാത്രമാണ്. ഇത് തൊഴിലാളിയുടെയാണ് തോട്ടം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ തൊഴിലാളിയെ ആരെങ്കിലും പിടിച്ച് ഇതിൻ്റെ MDയോ ചെയർമാനോ ആക്കുമോ? തൊഴിലാളിയുടെയാണ് 90% തൊഴിലാളിയുടെയാണ് തോട്ടമെങ്കിൽ ഈ തൊഴിലാളികൾ അതിൻ്റെ കമ്പനിയുടെ ചെയർമാനും MD ഒക്കെ ആയി ഭരണം നടത്തട്ടെ, ഡയറക്ടർമാരാവട്ടെ. കമ്പനി ആക്ട് അനുസരിച്ച് അങ്ങനെ ആണ് വേണ്ടത്. പക്ഷേ അവരെ ഒരു ഡയറക്ടർ ആക്കി ഭരണം നടത്തുന്നില്ല. കേവലം പേരിൽ മാത്രമുള്ള ഷെയർ ഹോൾഡേഴ്സാണ് അവർ. അപ്പം മുതലാളിത്തം വളരെ തന്ത്രപരമായി ആഗോളവൽക്കരണ കാലത്ത് തൊഴിലാളിക്ക് മീതെ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നതാണ്. അതായത് അതെ, അല്ല, അടിസ്ഥാനപരമായി ആഗോളവൽക്കരണം രാജ്യങ്ങളുടെ അതിർത്തികൾ തേച്ച് മാറ്റി കളഞ്ഞാലും മുതലാളിത്തം ധനസമാഹരണത്തിന് താഴെ തട്ടിൽ പാവപ്പെട്ട ദളിതരുടെയും സ്ത്രീകളെയും ഒക്കെ തന്നെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് മൂന്നാറിലെ തൊഴിലാളിക്കുള്ള അവകാശം. അതാണ് സത്യം. പക്ഷേ ഇത് സംഭവിക്കാൻ പോകുന്നത് സർക്കാരും ട്രേഡ് യൂണിയനുകളിലും ഒക്കെ ഇപ്പോൾ കരുതിയിരിക്കുന്ന പോലെ ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, മൂന്നാറിൽ നിന്ന് ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകെ തിരസ്കരിക്കപ്പെടാൻ പോവുകയാണ്. മൂന്നാറിൽ പുതിയൊരു ശബ്ദം ഉണ്ടാവാൻ പോവുകയാണ്. അത് കേരളത്തിന് തന്നെ എക്കാലവും ഭീഷണി ഉണ്ടാകുന്ന ശബ്ദമായിരിക്കും മൂന്നാറിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മൂന്നാറിൽ നിന്ന് വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് എന്തായാലും നല്ലതാണ് എന്ന് പറയാൻ കഴിയില്ല. അവിടെയുള്ള വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കട്ടെ, പക്ഷേ ആത്മാർത്ഥമായി നിൽക്കട്ടെ എന്നുള്ളതാണ്. ഇവിടെ കണ്ണൻ ദേവനെതിരെ എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് കുറെ കൂടി നേരിട്ട് അടുത്തറിയാവുന്നതാണ്. കണ്ണൻ ദേവനെതിരെ അല്ലെങ്കിൽ ടാറ്റയ്ക്കെതിരെ ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഒരുപക്ഷെ ആദ്യമായിട്ടാണോ? അത് ഉപയോഗപ്പെടുത്തുകയല്ലേ നമ്മുടെ സംസ്ഥാന താല്പര്യം? ടാറ്റയ്ക്കെതിരെ ഒരിക്കലും ഒരു സമരവും ആരും ചെയ്തിട്ടില്ല, വിജയിച്ചിട്ടുമില്ല. കാരണം അതിൻ്റെ പിന്നിൽ വേറെ പൊളിറ്റിക്സ് ഉണ്ട്. ടാറ്റയുടെ 19,000 ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ടാറ്റയെ ഇവിടെയുള്ള എല്ലാ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളും കാലാകാലങ്ങളായി സംരക്ഷിച്ചു പോരുകയായിരുന്നു. ടാറ്റയെ മാത്രമല്ല, ഹാരിസൺ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ കുത്തകകൾ കയ്യേറി വെച്ചിരിക്കുന്ന 3 ലക്ഷം ഹെക്ടർ ഭൂമി ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടാൻ അർഹതപ്പെട്ടതാണ്. അത് മുഴുവൻ ഈ കാലമത്രയും സംരക്ഷിച്ച് നിർത്തിക്കൊടുക്കുന്നത് ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അവർ ഈ വഞ്ചന കാലാകാലങ്ങളായി തുടരുന്നതാണ്. അത്തരമൊരു ഇടത്തു നിന്നാണ്, അത്തരമൊരു സ്ഥലത്തു നിന്നാണ് പുതിയ ഒരു ശബ്ദം, ഒരുപക്ഷെ ഒരു വിമോചന പോരാട്ടമായി ഈ ശബ്ദം ഉയർന്നു വരികയാണ്. ഇത് തമിഴ് ദളിത് ജനതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശബ്ദമാണ് അവിടെ ഉണ്ടാകുന്നത്. അത് കേരളത്തിന്
ദോഷകരമാണെങ്കിലും തുടരുക. ശ്രീ തൊഴിലാളി എസ് വർഗത്തിന് രാജേന്ദ്രൻ, നേട്ടമായിരിക്കും. ശ്രീ എസ് രാജേന്ദ്രൻ, ആ വീക്ഷണത്തെ താങ്കൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ടാറ്റ എപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഇടപെടലിനെ അവിടെ തടഞ്ഞു നിർത്തിയിരുന്നു ഈ തൊഴിലാളികളെ ഉപയോഗിച്ച്. ഇവിടെ ഇതാദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു സമരം ഉയർന്നു വരുന്നത്. അവിടെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണത് എന്നുള്ളത് വലിയൊരു ഈഗോ പ്രശ്നമാക്കി എടുക്കാതെ, താങ്കൾ അവിടെ CPIM-ൻ്റെ MLA ആണല്ലോ, CITU അവിടെ അംഗീകൃത 3 യൂണിയനുകളിൽ ഒന്നാണ്. അങ്ങനെ ഒരു ഈഗോ എടുക്കാതെ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരികയും അത് പരിഹരിക്കാൻ ട്രേഡ് യൂണിയനുകൾക്ക് എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് തൊഴിലാളികളോടൊപ്പം നിന്ന്, യഥാർത്ഥത്തിൽ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്നത് ടാറ്റയല്ല, പകരം കേരളത്തിൻ്റെ സർക്കാരാണ്, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന താല്പര്യമല്ലേ? അതാണ് താങ്കൾ പറഞ്ഞതുപോലെ സംസ്ഥാന താല്പര്യമാണ്. അത് ഏത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും വേണ്ടത്. മറ്റു 1-2 കാര്യം പറഞ്ഞോട്ടെ. എന്റെ സുഹൃത്ത് പെരുവന്താനം പറഞ്ഞതുപോലെ ഇത് UNDP-യുടെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കാറ്റിൽ കസ്തൂരിരംഗന്റെ ഭാഗമായി തോട്ടമേഖലയെല്ലാം അടച്ചു പൂട്ടി എല്ലാവരെയും പറഞ്ഞുവിടാം എന്നുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ നടക്കില്ല. എന്റെ അഭിപ്രായം ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞു, സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണ്. അവരിൽ ആരോടാണ് സംസാരിക്കേണ്ടത്, ആരോട് സംസാരിച്ചാൽ അവർ പറയുന്ന ആവശ്യങ്ങളുടെ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് സമരക്കാർ പറഞ്ഞാൽ കമ്പനിയുമായിട്ട് ഗവൺമെന്റുമായി ഇടപെട്ട് ഈ ചർച്ചയിലൂടെ പരിഹരിക്കാനാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇല്ല, ശ്രീ രാജേന്ദ്രൻ, നേരത്തെ മന്ത്രി പറയുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. മന്ത്രി പറയുന്നത് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല, അവിടെ ശമ്പളവും പെൻഷനും ബോണസും ഒക്കെ കൊടുക്കുന്നത് കമ്പനിയും ട്രേഡ് യൂണിയനുകളും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്കാണ്, ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും അക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അതാണോ സംഭവിക്കുന്നത്? ഞാൻ പറയാം ഒന്നുകൂടി. ഈ കമ്പനിക്ക് നോട്ടീസ് കൊടുത്ത് ചർച്ച ചെയ്ത് ബോണസ് നിശ്ചയിക്കാറില്ല ഇത്രയും കാലം, നൂറ്റാണ്ടുകളായി. അവർ അറിയിക്കുമ്പോൾ യൂണിയൻകാർ പറയും അത് മതിയല്ല പോരാ എന്ന്. അവിടെ ഒരു എഗ്രിമെന്റ് വെക്കാറേ ഇല്ല, ഇത്രയും കാലം വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പൊ പറഞ്ഞപ്പോ യൂണിയൻകാർ പറഞ്ഞു വേണ്ട, വാങ്ങിക്കണ്ട. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ സമരം വന്നു. ഒരുപക്ഷെ യൂണിയനുകൾ സമരം ഏറ്റെടുക്കാൻ വൈകിട്ടുണ്ടാകാം, അത് വേണമെങ്കിൽ കുറ്റകരമായി സമ്മതിക്കാം. പക്ഷെ അവരോട് ചർച്ച ചെയ്യാനുള്ള ഒരു സമയം ഈ സമരക്കാർ കൊടുക്കേണ്ടതായിരുന്നു. അവർ അറിയിച്ചു, ആഗസ്റ്റ് മാസത്തിൽ തന്നെ ബോണസ് കൊടുക്കുന്ന സന്ദർഭത്തിൽ അറിയിച്ചു. ഇവർ സ്ലോ വർക്കിലോട്ട് പോയി. കമ്പനി യൂണിയൻകാരെ വിളിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കേണ്ട സമയമായിരുന്നു. അപ്പോഴത്തേക്കും പുതിയ സമരം. ശ്രീ രാജേന്ദ്രൻ, ഇവിടെ പെരുവന്താനം തന്നെ ചോദിക്കുന്നത് പോലെ ആരാണ് ഈ സമരക്കാർ? ഇവിടെ ഒരു പുതിയൊരു ഇക്വേഷൻ രൂപപ്പെടുകയാണ്. തൊഴിലാളികൾക്ക് തൊഴിലാളി സംഘടനകളെ വിശ്വാസമില്ല, അതിൻ്റെ നേതൃത്വത്തെ വിശ്വാസമില്ല. അവർ മറ്റ് മുതലാളിമാരുടെ അല്ലെങ്കിൽ ടാറ്റയുടെ കങ്കാണിമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ്. പുതിയൊരു സമവാക്യം ഇവിടെ തുടങ്ങുകയാണ്. ആ സമവാക്യം എന്താണ്? തൊഴിലാളികൾ ഞങ്ങളാണ് തിരിനുള്ളുന്നവർ, ഞങ്ങളാണ് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പണിയെടുക്കുന്നവർ, ഞങ്ങൾക്ക് കിട്ടണം അതിൻ്റെ നേട്ടം എന്ന്. അപ്പോഴാണ് ഈ പറയുന്ന വരുമാനം മുഴുവൻ വേറൊരു മേഖലയിലേക്ക് തന്നെ നീക്കപ്പെടുന്നു എന്നുള്ള ആശയം അവരിലേക്ക് പ്രവഹിക്കുന്നത്. അവിടെ നമ്മൾ തമിഴ് തൊഴിലാളികളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ മലയാളി തൊഴിലാളികൾ പോയി സമരം നടത്തുന്നുണ്ട്, അത് വിജയിക്കുന്നുണ്ട്, പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലാളി സംഘടനകൾ തൊഴിലാളികൾ തമിഴന്മാരാണ് എന്നുള്ളത് കൊണ്ട് ഇത് തമിഴ് തീവ്രവാദി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സമരമാണ് എന്ന് ആക്ഷേപിക്കാതെ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നിങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് ഈ വിഷയത്തിൽ ഇടപെടുകയും അക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തുകൂടെ? ഞാൻ പറയട്ടെ, പറയാൻ ഒരു സമയം എന്താ. ഞങ്ങൾ അവരുടെ സമരത്തോട് യോജിപ്പ് തന്നെയാണ്. പക്ഷെ ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ തമ്മിൽ സംസാരിക്കാൻ 5000 പേരോട് ഒരുമിച്ച് സംസാരിക്കാൻ ഒക്കുമോ? അപ്പൊ അവരോട് ആരോടൊക്കെ സംസാരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. 6 ദിവസമായി സമരം തുടങ്ങി. അങ്ങനെയില്ല, ഒരു കൂട്ടത്തോട് സംസാരിക്കേണ്ട പ്രത്യേക സാഹചര്യം ഉണ്ട് ശ്രീ രാജേന്ദ്രൻ. അതിന് ഇടവരുത്തിയത് CPM-ന്റെ അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ തന്നെയാണ്. തുടരുക ശ്രീ സതീഷ്. ഞാൻ പറയട്ടെ. പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണേലും 3 ദിവസമായിട്ട് ഇപ്പൊ ചർച്ചയായിരുന്നു, അതെല്ലാം സഹിച്ചു. ഇപ്പോഴാണെങ്കിലും അവരിൽ ആരോടായിരുന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ചർച്ചയിൽ പരിഹരിക്കാം. എന്തിലും സൊല്യൂഷൻ ഉണ്ടല്ലോ. തുടരുക ശ്രീ സതീഷ്. നിങ്ങൾക്ക് ഇപ്പോഴും തൊഴിലാളി സംഘടനകളിൽ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിൽ വിശ്വാസം ഉണ്ടായിരിക്കില്ല, പക്ഷേ ജനപ്രതിനിധികളുണ്ട്, അവിടെ മന്ത്രിമാരുണ്ട്. മന്ത്രിമാരുമായി 2 വട്ടം ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഞായറാഴ്ച വീണ്ടും എറണാകുളത്തെ ചർച്ച നടക്കുന്നുണ്ട്.
എസ് രാജേന്ദ്രൻ അടക്കമുള്ള MLA അടക്കമുള്ള ജനപ്രതിനിധികളുമായി സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നത്. സതീഷ് പറയട്ടെ, ഒരു മിനിറ്റ് ശ്രീ രാജേന്ദ്രൻ. സതീഷ് പറയും. എന്താ അവർക്ക് ഈ പറഞ്ഞ പോലെയുള്ള വ്യവസ്ഥാ പ്രകാരം ബോണസിന്റെ കാര്യത്തിൽ എത്രത്തോളം പറയാൻ പറ്റുന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഞാൻ മടങ്ങിയെത്താം ശ്രീ എസ് രാജേന്ദ്രൻ താങ്കളിലേക്ക്. സതീഷ്, ഈ പറയുന്ന എസ് രാജേന്ദ്രൻ MLAയും ജോയ്സ് ജോർജ് MP അടക്കമുള്ള ജനപ്രതിനിധികളുമായി, MLAയും MP നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അവർ പറയുന്നു അത് ഗവൺമെന്റിൽ എത്തിക്കാൻ അവർക്ക് കഴിയുമെന്ന്. ഓക്കെ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുസരിക്കുന്നു. പക്ഷേ ഞങ്ങൾ 6 ദിവസമായിട്ട് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കാരൊക്കെ ഞങ്ങളെ വന്ന് കണ്ടിട്ടില്ല? ഒരു ചോദ്യം ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഈ 6 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇന്നാണ് ഈ മീഡിയാക്കളും എല്ലാവരും എത്തിയിട്ടുള്ളത്. ഈ 5 ദിവസമായിട്ട് ഞങ്ങളുടെ മീഡിയാക്കളും ഇല്ല, ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഗവൺമെന്റിൽ എത്തിക്കാനും ആരില്ല. ഇപ്പം വന്നിട്ട് ഇന്നും വന്നില്ല. ഇന്ന് സമരക്കാരരൊക്കെ എല്ലാം ഭയങ്കര ഇതിലായിരിക്കുന്നത്. അപ്പം ഇന്ന് വന്നിട്ട് ഞങ്ങളൊക്കെ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇത്രയും ദിവസം എന്തുകൊണ്ടാണ് വന്ന് കാണാത്തത്? ഓട്ടെ, ഇത്രയും ദിവസം ഇതൊരു പ്രത്യേക സമരമാണല്ലോ. സാധാരണഗതിയിൽ ട്രേഡ് യൂണിയനുകളാണ് നിങ്ങളുടെ ആവശ്യം ഏറ്റെടുക്കാറുള്ളത്. ഒരു മിനിറ്റ്, ഞാൻ സതീഷിനോട് തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇത്തവണ അതല്ല, തൊഴിലാളികളാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. OB വാൻ എത്തിയത് ഒരുപക്ഷെ സതീഷ് ഇന്നായിരിക്കും. അപ്പോൾ ഇന്നാണത് ചർച്ചാ വിഷയമായും ഉയർന്നു വരുന്നത്. ഈ വിഷയം നിങ്ങൾക്ക് നേരത്തെ മന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചത് ബോണസിൻ്റേത് മാത്രം വിഷയമാണ്, അത് കൂലി വർദ്ധിപ്പിക്കുന്നതല്ല. കൂലി വർദ്ധിപ്പിക്കാൻ ഒരിടത്ത് മാത്രമായി വർദ്ധിപ്പിക്കാനാകില്ല എന്നാണ്. ബോണസ് 10% നിന്ന് 19% വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഇടപെട്ടേക്കാം. അതായത് ഞങ്ങൾ ഇവിടെ ഈ തൊഴിലാളികൾ എന്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോണസിൻ്റെ കാര്യം ഈ വരുമാനത്തിൻ്റെ, അതായത് ഒരു വർഷത്തേക്കുള്ള പ്രോഫിറ്റിനെ കുറിച്ചിട്ട് ഈ MD ആണ് തീരുമാനിക്കേണ്ടതാണ്. ഇത് ബോണസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് മാത്രം ഇതാക്കണ്ട. അതായത് സാലറിയുടെ പ്രശ്നം മാത്രം PLC പറയാനുള്ളതാണ്. അതായത് ഈ തോട്ടത്തൊഴിലാളി എല്ലാം ഈ കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തുമുള്ള തോട്ടത്തൊഴിലാളികൾക്ക് തീരുമാനിക്കുന്നതാണ്. പക്ഷേ ബോണസിൻ്റെ കാര്യം ഇവിടുത്തെ KDHPയുടെ റീജിയണൽ ഓഫീസ്, അതായത് രജിസ്റ്റർ ഓഫീസ് ഇവിടെ തന്നെയാണ്. അതായത് ഈ ബോണസിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്? ബോണസിൻ്റെ കാര്യം അവർ തന്നെയാണ് തീരുമാനിക്കാം. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് ഗവൺമെൻറ് എത്തിച്ചത്? യൂണിയനുകളെ വിശ്വാസമില്ലാത്ത സ്ഥിതിക്കും ഇത് തിരുവനന്തപുരത്ത് എത്തിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. കാരണം ഇവിടെ തന്നെ തീർക്കേണ്ടതായിരുന്നു. മൂന്നാറിൽ തീർക്കാൻ കഴിയുന്ന വിഷയം തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ വ്യഥകൾ, ഈ പറയുന്ന തൊഴിലാളികളുടെ സങ്കടങ്ങൾ, അത് റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ യൂണിയൻ പരാജയം എന്നുള്ളത് ഇതിനകം ബോധ്യമായി കഴിഞ്ഞതാണ്. അതിനൊരു എതിർവാദം പറഞ്ഞിട്ട് എനിക്ക് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിലൊരു തിരുത്തൽ തൊഴിലാളി സംഘടനകൾ വരുത്തേണ്ടതല്ലേ? പ്രത്യേകിച്ച് മൂന്നാറിൽ ഈ പറയുന്ന തൊഴിലാളി സംഘടനകൾ മറ്റൊരു നാട്ടുരാജാക്കന്മാരായി വാഴുന്ന രീതിയോടുള്ള ഒരു അപ്രീതി, അത് പൊളിച്ചെഴുതണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ കാര്യം, ഈ വിഷയം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു എന്ന് പറയുന്നതിനകത്ത് അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാരണം ബോണസിനെ സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടായത് മാനേജ്മെൻറ്റ് 10% ബോണസ് ഡിക്ലെയർ ചെയ്തിൽ വെച്ചാണ്. ആ ഡിക്ലെയർ ചെയ്ത നടപടി തെറ്റാണ്. അതുകൊണ്ട് തൊഴിലാളികൾ ബോണസ് വാങ്ങിക്കേണ്ടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ബോണസ് ആക്റ്റും പ്രകാരം ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചർച്ചയ്ക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടി RJLCക്ക് ചർച്ചയ്ക്ക് വിട്ടു. ചർച്ച പരാജയപ്പെട്ടപ്പോൾ ലേബർ കമ്മീഷണർ ചർച്ച വിളിച്ചു. ലേബർ കമ്മീഷണർ ചർച്ചയാണ് ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടന്നത്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് അത് എടുത്തതല്ല. അത് നിയമപ്രകാരം അപ്രകാരമേ ചെയ്യാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ അഡ്ജുഡിക്കേഷൻ അയക്കാം. പക്ഷേ അഡ്ജുഡിക്കേഷൻ അയച്ചാൽ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടില്ല എന്നതുകൊണ്ടാണ് ഇന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഇത് ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കണം, മാനേജ്മെൻറ്റ് പറയുന്ന വാദമുഖം അംഗീകരിക്കാൻ പറ്റത്തില്ല, 5 കോടി രൂപയുടെ വരുമാനമുള്ളതുകൊണ്ട് ഇത് തൊഴിലാളികൾക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ കൊണ്ടതുകൊണ്ട് ആ ബോണസ് തൊഴിലാളിക്ക് കൊടുക്കണം എന്ന നിലപാടെടുത്തിട്ടുള്ളത്. അത് മാത്രവുമല്ല,
തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സംയുക്ത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഇവിടെ പരിധി മാറ്റിവെച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് ഉണ്ടാക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടും സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് 2-ാം തീയതി പൊതുപണിമുടക്ക് ഇവിടെ നടന്നതാണ്. അപ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ശക്തമായി നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണോ നിൽക്കുന്നു. ആ യാഥാർത്ഥ്യത്തിന്റെ അകത്തു നിന്നും മാറി നിന്നുകൊണ്ട് ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും മുന്നോട്ട് പോയിട്ടില്ല, പോവുകയുമില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുത്തുസ്വാമിയും കുപ്പുസ്വാമിയും തുടങ്ങിയിട്ടുള്ള കുറേ ആളുകൾ രാജാക്കന്മാരെ പോലെ തൊഴിലാളികളെ ഉപയോഗിച്ച് വാഴുകയായിരുന്നു. അവർക്ക് ടാറ്റ അനർഹമായിട്ടുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഉന്തുവണ്ടി പോലും ഇല്ലാതെ പൊതുരംഗത്ത് വന്നിട്ടുള്ള ആളുകൾ കോടികളുടെ ഉടമകളായി മാറുന്ന മായാജാലമാണ് മൂന്നാറിലെ തോട്ടമേഖലയിൽ നമ്മളൊക്കെ കണ്ടത്. അത് അവസാനിക്കാൻ പോവുകയാണ്. ഈ നേതാക്കൾ പൂർണ്ണമായും മൂന്നാറിൻ്റെ മണ്ണിൽ നിന്ന് ബഹിഷ്കരിക്കാൻ പോവുകയാണ്. തോട്ടം തൊഴിലാളികൾ പുതിയൊരു രാഷ്ട്രീയം അവിടെ ഉയർത്താൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ജോൺ പെരുവന്താനം. ഒപ്പം തന്നെ എസ് രാജേന്ദ്രൻ, തോമസ് കല്ലാടൻ, ഷിബു ബേബി ജോൺ, ES ബിജിമോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തത്.